തെക്കൻ ഗസയിൽ അഭയാർത്ഥികളായി കഴിയുന്ന ആളുകൾക്ക് ഗസയുടെ വടക്ക് ഭാഗത്തേക്ക് തിരിച്ചു പോകാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് 7 മണിയോടെയാണ് ഈ ക്രോസിംഗ് തുറന്നിരിക്കുന്നത്. ഇന്ന് 7 മണിയോടെയാണ് നെൽസ്ട്രീം കൊറിഡോർ തുറന്നിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തിലധികം ഫലസ്തീനികളാണ് തിരിച്ചു പോകുന്നത്. ഇന്ന് രാവിലെ അനുമതി ലഭിച്ചതിന് ശേഷമുള്ള ആളുകളുടെ ഒഴുക്കാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അർബൻ യഹൂദ് എന്നറിയപ്പെടുന്ന ഒരു സിവിലിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ, അവരെ മോചിപ്പിക്കേണ്ടതുണ്ട്. അവരെ മോചിപ്പിച്ചെങ്കിൽ മാത്രമേ ഗസയുടെ വടക്ക് ഭാഗത്തേക്ക് കടക്കാനുള്ള അനുമതി ഉണ്ടാവൂ എന്ന് നെതന്യാഹു വാശി പിടിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ഈ ആഴ്ച 4 ബന്ദികളെയാണ് മോചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം 200 ഫലസ്തീനികളെ ഇസ്രയേലും മോചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ആ കൂട്ടത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച അർബൻ യഹൂദ് എന്നറിയപ്പെടുന്ന സിവിലിയൻ സ്ത്രീ ഉണ്ടായിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ നെൽസ്ട്രീം വീണ്ടും തടഞ്ഞു വെച്ചത്. എന്താണ് നെൽസ്ട്രീം എന്നറിയപ്പെടുന്ന കൊറിഡോർ? ഏകദേശം ഗസ എന്നറിയപ്പെടുന്ന ഈ സ്ട്രിപ്പ്, ഗസയുടെ ഈ ഭാഗത്താണ് നെൽസ്ട്രീം എന്നറിയപ്പെടുന്ന കൊറിഡോർ. അതായത് ഇത് വടക്കൻ ഗസയാണ് ഈ ഭാഗം. എന്നാൽ ഈ വടക്ക് ഭാഗത്ത് അതിശക്തമായ ആക്രമണം നടത്തി ഇവിടെ നിന്ന് ആളുകളെ എല്ലാം ഇങ്ങോട്ട് പലായനം ചെയ്യാൻ ഇസ്രായേൽ നിർബന്ധിക്കുകയായിരുന്നു. ഇവിടെ ശക്തമായ യുദ്ധമുണ്ടായി. മാത്രമല്ല ഇവിടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർക്കുകയായിരുന്നു. അങ്ങനെ തകർക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇങ്ങോട്ട് പലായനം ചെയ്യും എന്നതാണ് ഇസ്രായേൽ കണക്കുകൂട്ടിയത്. എന്നാൽ ഒരു വലിയ ശതമാനം ആളുകൾ പലായനം ചെയ്തു. എന്നാൽ ഇവിടെയും വളരെ കൂടുതൽ ആളുകൾ പിന്നെയും അവിടെ തന്നെ താമസിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ അവർ വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് അവിടെ നിലനിന്നത്. ഇതിലൂടെ ഇസ്രായേൽ കണ്ട തന്ത്രം, അവരെല്ലാം ഇങ്ങോട്ട് പലായനം ചെയ്യുമ്പോൾ പിന്നീട് ഈ നെൽസ്ട്രീം കൊറിഡോർ വഴി അങ്ങോട്ട് ആളുകളെ കടത്തുകയില്ല. ഈ ഭാഗം അധിനിവേശം നടത്തുക, ഇവിടെ പുതിയ കുടിയേറ്റക്കാരെ കൊണ്ടുവരിക. മാത്രമല്ല ഈ യുദ്ധത്തിൽ എന്തെങ്കിലും ഇസ്രായേൽ നേടിയെന്ന് സ്ഥാപിക്കണമെങ്കിൽ അല്പമെങ്കിലും ഇവിടെ അധിനിവേശം നടത്തേണ്ടതുണ്ട്. പക്ഷെ ആ ഭാഗമാണ്, അതിനുവേണ്ടിയാണ് ശക്തമായ രൂപത്തിൽ ഇവിടെ കൊറിഡോർ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ യുദ്ധം വളരെ കാലം മുന്നോട്ട് പോയി. 1.5 വർഷത്തോളം യുദ്ധം നീണ്ടു നിന്നുവെങ്കിലും ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അങ്ങനെ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് ഇസ്രായേലിന് വലിയ രൂപത്തിലുള്ള വിജയം ഉണ്ടാക്കുമായിരുന്നു. ആ ബന്ദികളെ മോചിപ്പിക്കാത്ത സാഹചര്യത്തിൽ മോചിപ്പിക്കാൻ വേണ്ടി ഈ ഹമാസുമായി, ഫലസ്തീനിലുള്ള റെസിസ്റ്റന്റ് സംഘങ്ങളുമായി കരാറിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഹമാസ് അവരുടെ വലിയ വിജയമായി കണക്കാക്കുന്നത്. ഇവിടെ നിന്നും ഇപ്പോൾ ഈ നെൽസ്ട്രീം കൊറിഡോർ, ഇവിടെ നിന്നും 10 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ വടക്കൻ ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേലിന്റെ വലിയൊരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു വിജയം എന്ന് ആളുകളുടെ മുന്നിൽ ധരിപ്പിക്കാനുമെങ്കിലും ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു മാർഗമായിരുന്നു ഈ വടക്കൻ ഗസ. പക്ഷേ ആ വടക്കൻ ഗസയിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം ഇസ്രായേൽ ഒരിക്കലും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാത്ത വിധം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ക്രമേണ വടക്ക് ഭാഗത്തുനിന്ന് ആളുകൾക്ക് ഓരോ പോയിന്റുകൾ നൽകി പലായനം ചെയ്യാൻ വേണ്ടി നൽകിയതായിരുന്നു. അങ്ങനെ റഫ ബോർഡറിലേക്ക് അവരെ എത്തിക്കുക, ഈ റഫ ബോർഡറിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും അവരെ മൊത്തമായി മാറ്റിപ്പറപ്പിക്കുക, ഇതായിരുന്നു ഇസ്രായേലിന്റെ ആദ്യ തന്ത്രം. പക്ഷെ അത് വിജയിച്ചില്ല. കാരണം ഫലസ്തീനികൾ പാറ പോലെ ഉറച്ചു നിന്നു എന്നത് വ്യക്തമാണ്. ഒരിക്കലും അതിന് തയ്യാറായില്ല. പരമാവധി സാധിക്കുമെങ്കിൽ ഈ വടക്കൻ ഗസയെങ്കിലും പിടിക്കുക എന്നതായിരുന്നു. പക്ഷെ ആ തന്ത്രവും ഇപ്പോൾ അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ആളുകളെ, അതായത് യഥേഷ്ടം ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നുവെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന്റെ ആ ഒരു സ്വപ്നം ഇവിടെ പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല സിവിലിയന്മാരായ ആളുകളെല്ലാം ഇവിടെ കയറിക്കൂടുമ്പോൾ ഇനി എങ്ങനെ യുദ്ധത്തിലേക്ക് കടക്കുമെന്നത് വലിയ പ്രതിസന്ധിയാണ്. കാരണം ആളുകൾ ഇല്ലാത്ത ഒരു ഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഹമാസുമായി ശക്തമായ യുദ്ധം നടന്നു. പക്ഷെ ഈ ഭാഗം നമുക്കറിയാം, ഇവിടെയാണ് ഗസ സിറ്റി ഉള്ളത്, ജബാലിയ ഇവിടെയാണുള്ളത്, ബൈത്ത് ലാഹിയയും ബൈത്ത് ഹാനൂനും ഇവിടെയാണുള്ളത്. ഈ ഭാഗങ്ങളിലെല്ലാം ശക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ സൈന്യത്തിന് അതിലൊന്നും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഗസ ഏതൊരു സാഹചര്യത്തിലാണോ, അല്ലെങ്കിൽ ഏതൊരു രീതിയിലായിരുന്നോ യുദ്ധം ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നത്, അതേ രീതിയിലേക്ക് കാര്യങ്ങൾ മടങ്ങിയിരിക്കുകയാണ്. അവിടെ സാധാരണക്കാരായ ആളുകളെ 47,000-ഓളം ആളുകളെ കൊന്നിട്ടുണ്ട്. അതുപോലെ ധാരാളം ബിൽഡിങ്ങുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആളുകളെയും അതുപോലെ നാശവും വരുത്തി എന്നതിലുപരി ഈ ഭാഗങ്ങൾ എവിടെയെങ്കിലും പിടിക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല. ഇപ്പോൾ പൂർണ്ണമായും പഴയതുപോലെ തന്നെ ഫലസ്തീനിലെ ഗസക്കാരിലേക്ക് തന്നെ, അല്ലെങ്കിൽ അവിടെ ഭരണം നടത്തിയിരുന്ന റെസിസ്റ്റന്റ് സംഘങ്ങളിലേക്ക് തന്നെ
ഈ സ്ട്രിപ്പ് മാറി എന്നതാണ് ഇപ്പോഴത്തെ ചിത്രം. അതായത് ഇത്രയും കാലത്തെ യുദ്ധത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ വിഭാഗങ്ങളുമായി കരാറിൽ ഏർപ്പെടുക എന്ന ഒരു പരാജയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രം എന്ന രീതിയിൽ അതിനെ ഒരു പൂർണ്ണ പരാജയമായി തന്നെ വിലയിരുത്തേണ്ടി വരും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതായത് അവരുമായി ഒരു ഉടമ്പടിയിലേക്ക് 1.5 വർഷം യുദ്ധം ചെയ്ത് ഉടമ്പടിയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതിന്റെ മറ്റൊരു തലം. ഇനി എങ്ങനെയായിരിക്കും ഈ യുദ്ധത്തിന് വീണ്ടും ആരംഭിക്കുക എന്നത് നമുക്ക് നിർവചിക്കാൻ പോലും കഴിയില്ല. കാരണം പഴയ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ഇപ്പോൾ ഗസ നീങ്ങുകയാണ്. അങ്ങനെ വീണ്ടും യുദ്ധം ആദ്യം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ ഇനിയും ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക എന്നത് വലിയ സാഹസമായിരിക്കും. എന്തായിരുന്നാലും ഗസയിലെ ആളുകളുടെ ചെറുത്തുനിൽപ്പ്, അവരുടെ ക്ഷമയാണ് ചെറിയ വിജയമായി അവർ ആഘോഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധിച്ചത്.